സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണം, അതും വീട്ടിലിരുന്ന്. ഇത് നിങ്ങളുടെയും സ്വപ്നമാണോ? എങ്കിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾക്കുള്ള കാര്യമാണ്. വളരെ ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു കിടിലൻ ടീഷർട്ട് ബിസിനസ് മോഡൽ. അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇപ്പോ ടീഷർട്ട് ബിസിനസ് തുടങ്ങണമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലോട്ട് ആദ്യം ഓടിവരുന്നൊരു പേടി എന്താണെന്നറിയോ? അയ്യോ, ഇതിന് ഭയങ്കര വിലയുള്ള പ്രിന്ററൊക്കെ വാങ്ങേണ്ടി വരുമോ എന്നുള്ളതാണല്ലേ. എന്നാൽ കേട്ടോളൂ, അതിന്റെ ആവശ്യമില്ല, വേണ്ട. നിങ്ങൾക്ക് സ്വന്തമായൊരു പ്രിന്റർ വാങ്ങേണ്ട എന്നുള്ളതാണ് സത്യം. അതെ, പ്രിന്റർ ഇല്ലാതെ തന്നെ നല്ല പ്രൊഫഷണൽ ക്വാളിറ്റിയിൽ ഈ ബിസിനസ് നമുക്ക് തുടങ്ങാൻ പറ്റും. അതെങ്ങനെയാണെന്നല്ലേ? വഴിയുണ്ട്. അതാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഈ ടെക്നിക്കിന്റെ പേരാണ് ഹീറ്റ് ട്രാൻസ്ഫർ പ്രിന്റിംഗ്. സംഭവം വളരെ സിമ്പിളാണ്. നമ്മുടെ ഡിസൈനുകളുണ്ടല്ലോ, അത് നമ്മളൊരു പ്രിന്റിംഗ് കടയിൽ കൊടുത്ത് പ്രത്യേക ഷീറ്റുകളിൽ പ്രിന്റ് ചെയ്തു വാങ്ങും. എന്നിട്ട് ആ ഷീറ്റ് ടീഷർട്ടിന്റെ മുകളിൽ വെച്ച് ചൂടുപയോഗിച്ച് അതിലേക്ക് പതിപ്പിക്കും. അപ്പോ പ്രിന്റിങ്ങിന്റെ തലവേദനയൊക്കെ അവരെടുത്തോളും. നമുക്ക് ബിസിനസ്സിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ പറയുന്ന പ്രൊഫഷണൽ ഫിനിഷും ക്വാളിറ്റിയും ഒക്കെ കിട്ടാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കിടിലൻ മെഷീനുണ്ട്. അതാണ് ഹീറ്റ് പ്രസ് മെഷീൻ. നമുക്ക് ഈ രീതിയെപ്പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ഡിസൈൻ പ്രിന്റ് ചെയ്ത് കിട്ടാൻ നമുക്ക് പ്രധാനമായിട്ടും 2 തരം ഷീറ്റുകൾ ഉപയോഗിക്കാം. ഒന്ന് ഹീറ്റ് ട്രാൻസ്ഫർ പേപ്പർ, 2 വിനൈൽ ഷീറ്റ്. നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് പുതിയതായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ ഏറ്റവും എളുപ്പം ഹീറ്റ് ട്രാൻസ്ഫർ പേപ്പറാണ്. ഒരു ഷീറ്റിന് ഏകദേശം 25 മുതൽ 40 രൂപയെ വരും. കുറച്ചുകൂടി ഒരു പ്രീമിയം ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ വിനൈൽ ഷീറ്റിലേക്ക് പോകാം. അപ്പോ ഈ ബിസിനസ് തുടങ്ങാൻ എന്തൊക്കെ സാധനങ്ങൾ വേണം? ടെൻഷൻ അടിക്കണ്ട, വലിയൊരു ലിസ്റ്റൊന്നുമില്ല. ഇതാണ് നിങ്ങളുടെ ബിസിനസ് തുടങ്ങാനുള്ള സ്റ്റാർട്ടർ കിറ്റ്. ദേ, ഇത്രയേ വേണ്ടൂ. ഒരു ഹീറ്റ് പ്രസ് മെഷീൻ, നമ്മൾ പുറത്തുനിന്ന് പ്രിന്റ് ചെയ്ത് വാങ്ങുന്ന ഡിസൈൻ ഷീറ്റുകൾ, കുറച്ച് പ്ലെയിൻ കോട്ടൺ ടീഷർട്ടുകൾ, ഒരു ബട്ടർ പേപ്പർ, പിന്നെ ഇതൊക്കെ വെക്കാൻ നിരപ്പായ ഒരു മേശ. ഇതിൽ നിങ്ങളുടെ ഒരേ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ആ ഹീറ്റ് പ്രസ് മെഷീൻ മാത്രമായിരിക്കും. ഏകദേശം ഒരു 12,000 രൂപയാണ് ഒരു നല്ല 15x15 ഇഞ്ച് ഹീറ്റ് പ്രസ് മെഷീന് വരുന്ന ഒറ്റ തവണത്തെ ഇൻവെസ്റ്റ്മെന്റ്. ഒന്നോർക്കണം, ഇത് നിങ്ങളുടെ ബിസിനസിന്റെ ഹൃദയമാണ്. ഒരുപാട് കാലത്തേക്ക് നിങ്ങൾക്കുള്ളൊരു മുതൽക്കൂട്ട്. ഓക്കെ, അപ്പൊ സാധനങ്ങളെല്ലാം റെഡിയായി. ഇനി എങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ ടീഷർട്ട് പ്രിന്റ് ചെയ്തെടുക്കുന്നത് എന്ന് നോക്കിയാലോ? വളരെ എളുപ്പമുള്ളൊരു പ്രോസസ്സാണ്. ആദ്യം തന്നെ മെഷീൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം. എന്നിട്ട് ടീഷർട്ട് അതിൽ ചുളിവില്ലാതെ നേരെ വെക്കുക. ഡിസൈൻ ഷീറ്റ് എവിടെയാണോ വരേണ്ടത് അവിടെ കറക്റ്റായി വെക്കുക. അതിന്റെ മുകളിലായി ഒരു ബട്ടർ പേപ്പർ വെക്കുക. ഇനി മെഷീൻ അടച്ച് സെറ്റ് ചെയ്ത സമയത്തും താപനിലയിലും പ്രസ് ചെയ്യുക. ടൈം കഴിഞ്ഞാൽ ടീഷർട്ട് പുറത്തെടുത്ത് ഒന്ന് തണുക്കാൻ വെക്കുക. എന്നിട്ട് ആ ഷീറ്റ് പതിയെ ഇളക്കി മാറ്റുക. കഴിഞ്ഞോ? അത്രയുള്ളൂ. അപ്പൊ നമ്മൾ പ്രിന്റിംഗ് പഠിച്ചു കഴിഞ്ഞു. ഇനി ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് വരാം. ഇതെങ്ങനെ വിൽക്കും, എങ്ങനെ ലാഭമുണ്ടാക്കും? അതാണല്ലോ നമ്മുടെ മെയിൻ. ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ വിൽക്കാൻ പറ്റിയ ഏറ്റവും നല്ല 2 സ്ഥലങ്ങളുണ്ട്. ഒന്ന് വാട്സാപ്പ്. ആർക്കും കമ്മീഷൻ കൊടുക്കണ്ട, GSTയുടെ ആവശ്യമില്ല. കസ്റ്റമറുമായിട്ട് നേരിട്ട് സംസാരിച്ച് ഓർഡർ എടുക്കാം. പിന്നെ മാർക്കറ്റിംഗിന് വേണ്ടി ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കാം. നമ്മൾ പ്രിന്റ് ചെയ്യുന്നതിന്റെ ഫോട്ടോകളും വീഡിയോകളുമൊക്കെ പോസ്റ്റ് ചെയ്ത് ബയോയിൽ നമ്മുടെ വാട്സാപ്പ് ലിങ്ക് കൊടുത്താൽ മതി. ശരി, ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. കണക്കുകൾ. ഒരു ടീഷർട്ട് ഉണ്ടാക്കാൻ നമുക്ക് എത്ര രൂപ ചെലവാകും? നമുക്കൊന്ന് കൂട്ടി നോക്കാം. ഒരു പ്ലെയിൻ ടീഷർട്ടിന് ഏകദേശം ഒരു 180 രൂപ വയ്ക്കാം. നമ്മൾ പ്രിന്റ് ചെയ്യിക്കുന്ന ഷീറ്റിന് ഒരു 30 രൂപ. പിന്നെ കറണ്ട് ചാർജും മറ്റു ചെറിയ കാര്യങ്ങളുമെല്ലാം കൂടെ ഒരു 10 രൂപ. അപ്പോൾ ടോട്ടൽ ചെലവ് 220 രൂപ. ഈ 220 രൂപയ്ക്കുണ്ടാക്കുന്ന ടീഷർട്ട് നമ്മളൊരു 499 രൂപയ്ക്ക് വിൽക്കുന്നു എന്ന് വെച്ചോ. അപ്പോൾ ലാഭം എത്രയായിരിക്കും? കിട്ടുന്നത് ഏകദേശം 279 രൂപയുടെ അസൽ ലാഭമാണ്. അതും ഒരൊറ്റ ടീഷർട്ടിൽ നിന്ന്. ആലോചിച്ചു നോക്കൂ, കസ്റ്റമറുടെ പേരോ ഫോട്ടോയോ ഒക്കെ ചേർത്തുള്ള കസ്റ്റം ഓർഡറാണെങ്കിൽ ഇതിലും നല്ല വിലയ്ക്ക് വിൽക്കാനും പറ്റും. അപ്പോ സ്വാഭാവികമായും നിങ്ങളെ മനസ്സിലൊരു ചോദ്യം വരും, ഈ മെഷീനിന് മുടക്കിയ പൈസ എപ്പോ തിരിച്ചു കിട്ടും? കണക്ക് സിമ്പിളാണ്. വെറും 43 ടീഷർട്ടുകൾ. അതെ, വെറും 43 ടീഷർട്ട് വിൽക്കുമ്പോഴേക്കും നിങ്ങൾ മെഷീന് വേണ്ടി മുടക്കിയ 12,000 രൂപ മുഴുവനായിട്ട് തിരികെ പിടിക്കാം. അതിനുശേഷം വിൽക്കുന്ന ഓരോ ടീഷർട്ടും നിങ്ങളുടെ പോക്കറ്റിലേക്കുള്ള ശുദ്ധമായ ലാഭമാണ്. അപ്പോ ഇതാണ് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള വഴി. എന്തുകൊണ്ടാണ് ഈ ബിസിനസ് മോഡൽ ഇത്ര അടിപൊളിയായിട്ട് വർക്കാവുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായി, കടവാടക കൊടുക്കണ്ട, സ്റ്റാഫിന് ശമ്പളം കൊടുക്കണ്ട, പ്രിന്റർ വാങ്ങാനുള്ള ഭീമമായ മുതൽമുടക്കില്ല. ആളുകൾക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഡിസൈനിലുള്ള കസ്റ്റം ഉൽപ്പന്നങ്ങളോട് ഒരു പ്രത്യേക താൽപ്പര്യമുണ്ട്. അതുകൊണ്ട് ഡിമാൻഡ് എപ്പോഴും ഉണ്ടാവും.
ഏറ്റവും പ്രധാനമായി വീട്ടിലിരുന്ന് തന്നെ നമുക്കിത് പതുക്കെ പതുക്കെ വളർത്തിയെടുക്കാം. അതുകൊണ്ട് ഈ ഒരു 4 സ്റ്റെപ്പുകൾ മനസ്സിൽ വെച്ചാൽ മതി. ആദ്യം ഈ പരിപാടി പഠിക്കുക, പിന്നെ അതിൽ നിന്ന് സമ്പാദിക്കുക, മുടക്കിയ പണം തിരികെ പിടിക്കുക, അതിനുശേഷം നിങ്ങളുടെ ബിസിനസ് പടിപടിയായി വളർത്തുക. ഈ ഒരു വഴിയിലൂടെ പോയാൽ ആർക്കും വീട്ടിലിരുന്ന് വിജയകരമായ ടീഷർട്ട് ബിസിനസ് തുടങ്ങാൻ പറ്റും. അപ്പോ നിങ്ങൾ റെഡിയാണോ? നിങ്ങളുടെ ആദ്യത്തെ ഡിസൈൻ ഏതായിരിക്കും എന്ന് ആലോചിച്ചു തുടങ്ങിക്കോളൂ.